السلام عليكم ورحمة الله وبركاته. كيف الحال؟ هذا أتين، هذا صلالة وخريف صلالة. شوفوا ما شاء الله الجو كله أخضر. اليوم الجو صافي، طبعا ما في ضباب. شوفوا الخضار كيف بان اليوم. الحمد لله جو مية مية. ഹലോ ചെങ്ങേമരെ, എന്തെല്ലാണ്? നല്ല സുഖം എല്ലാവർക്കും. ഞാനിപ്പോൾ ഉള്ളത് സലാലയിലെ ഒരു ഉൾപ്രദേശത്താണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഊട്ടിയോ കൊടൈക്കനാറ്റാണ്. അല്ല, ഞാൻ പുറത്തൊരു വ്യൂ കാണിക്കാം. സലാലയിലെ പുറത്തൊരു, പിന്നെ അത് കണ്ട ഞങ്ങൾ മാഷാ അല്ലാ. ഇത് ചെറിയൊരു ഉൾപ്രദേശമാണ്. സലാലയിലെ ഔക്കെന്ന് പറയും ചെറിയൊരു ഉൾപ്രദേശമാണ്. അവിടുത്തെ ഒരു ഭൂപ്രദേശത്താണ് നിൽക്കുന്നത്. ഫുള്ള് പച്ച, അങ്ങകലെ ദൂരെ ഉയർന്ന പർവ്വത ശിഖരങ്ങൾ നമ്മൾ ലോങ്ങിൽ പോകുമ്പോൾ കാണണമാകാം. അതൊക്കെ നല്ല പച്ച കളറായിട്ടാണ് കാണും. അടിപൊളിയായിട്ട്. എന്താ പറയുക, ഇതിപ്പോൾ ഊട്ടിയോ കൊടൈക്കനാലോ ഒന്നുമല്ല. ഇത് ഊട്ടി കൊടൈക്കനാൽ പോലത്തെ സ്ഥലമൊന്നുമല്ലേ. സലാലയിലെ ഒരു ഉൾപ്രദേശം ഫുള്ള് പച്ചപ്പ്, നല്ല പച്ചപ്പാണ്. ഇതുപോലെ അങ്ങറ്റം വരെ ദൂരത്ത് കണ്ണത്ത് വരെ നോക്കത്താ ദൂരെ ഫുള്ളങ്ങനെ തന്നെ. പറയാനൊന്നും കിട്ടണില്ല. കാറ്റ് ചെറുതായിട്ട് ഇളം, എന്തായാലും പറയുക, ഇളം കാറ്റ്. പിന്നെ അത് കാണിക്കുകയാണെങ്കിൽ കണ്ടമാനുണ്ടേ. ചെറിയൊരു വീഡിയോ ഇട്ടിട്ടാണ്. പക്ഷേ ഒന്ന് നടന്നു പോകണം, കുറേ നടന്നു പോകണം. അങ്ങനെ വണ്ടി സൈഡാക്കി വെറുതെ ഒരു വീഡിയോ എടുത്തു. അപ്പോൾ നാട്ടിൽ അതേ അവസ്ഥ. ഒരു മഴക്കാലത്തുള്ള ഒരു മൺസൂൺ കാലഘട്ടത്തിലുണ്ടാവുമല്ലോ, അതുപോലെ തന്നെ എന്തൊക്കെ ഒരു ചെടികളൊക്കെ ഇവിടെ ഉണ്ട്. ഇതിൽ കുറച്ചൊക്കെ പച്ച ചീര പോലത്തെ ചെടികൾ, മരുന്നിന് ഉപയോഗിക്കുന്ന ചെടികൾ എന്തെല്ലാം ഉണ്ട് ഇവിടെ. നല്ലൊരു ഫലപുഷ്ടിയുള്ള മണ്ണും കൂടിയാണ് സലാല. അതായത് അറേബ്യൻ കൺട്രിയിലെ ഒരു മരുപ്പച്ചയായിട്ടുള്ള സ്ഥലം. ഇവിടെ എല്ലാം മൂന്ന് മാസം കഴിഞ്ഞതെല്ലാം എന്താവും, മരുഭൂമി ലുക്കായി മാറും. ഇപ്പോൾ മാഷാ അല്ലാ രാവിലെ ഉച്ചയ്ക്ക് ഒരു 12 മണി സമയമായി. വെറുതെ ഒന്ന് ഇങ്ങനെ ഇറങ്ങി നോക്കിയതാണ്. ഇന്നലെയൊക്കെ റൂമിൽ ഇങ്ങനെ ബോറടിച്ചിരിക്കുകയും. അപ്പോൾ ഇത് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. കണ്ടില്ലേ, ഞാൻ വണ്ടി എടുത്തു. പിന്നെ അടുത്ത ഭാഗത്തേക്ക് നീങ്ങി കേട്ടോ. ഇവിടെ കണ്ടോ, രണ്ട് സൈഡ് നല്ല പച്ചപ്പാണ്. പിന്നെ അങ്ങറ്റത്തുള്ള മലകളെ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ മുന്നോട്ട് പോകുമ്പോഴും പിന്നെ അങ്ങറ്റത്തെ കാണാതെ തെങ്ങുതോപ്പിന് ഫുള്ള് തെങ്ങുതോട്ടം കാണുന്നുണ്ട്. തെങ്ങിൻ തോപ്പുകളാണ് മെയിനായിട്ട് വേണം. ഇതെല്ലാം മാഷാ അല്ലാ നല്ല അടിപൊളി വൈബ് സ്ഥലം. നമ്മൾ പിന്നെ റൂട്ടിലായതുകൊണ്ട് കൂടുതൽ ഇറങ്ങിയിട്ട് സമയം തന്നെയാണ്. പിന്നെ ചെറിയൊരു ഗ്യാപ്പ്, ആ ഗ്യാപ്പിൽ തന്നെ തെങ്ങുതോപ്പ് ഉണ്ടാകണം. അതേപോലെ നാട്ടിൽ അതേ രീതിയിൽ തെങ്ങുതോപ്പാണ്. കണ്ടില്ലേ, അത് ഫുള്ള് തെങ്ങ. പിന്നെ മുന്നേക്ക് കണ്ട്. ഏതായാലും ഓക്കെ. അപ്പോൾ നല്ല വീഡിയോ, ഇനി കുറച്ചുകൂടി നല്ലൊരു വീഡിയോ തരും.